ത്രിയേക ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വലിയ നോമ്പിലെ 5-ാം ഞായർ നോമ്പാലും പ്രാർത്ഥനയാലും കർത്താവ് പ്രീതിപ്പെടുന്നു. അതിൽ ഉറ്റിരിക്കുന്നവൻ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായിരിക്കുന്നു. ഇന്ന് ഫിഫ്തോ ഞായർ. കൂനിയെ സൗഖ്യമാക്കിയത് തിരുസഭ ഓർമ്മിക്കുന്ന ഞായറാഴ്ച. ഇന്നത്തെ വിചിന്തനത്തിനായി തിരുസഭ നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ്. ഒരു ശാബത്തിൽ അവനൊരു സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ട് ഇരുന്നു. 18 വർഷമായി ഒരു ആത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവൾ അവിടെ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ടപ്പോൾ അടുത്തു വിളിച്ച് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവൻ അവളുടെ മേൽ കൈകൾ വെച്ചു. തൽക്ഷണം അവൾ നിവർന്നു നിൽക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. യേശു ശാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച് സിനഗോഗ് അധികാരി ജനങ്ങളോട് പറഞ്ഞു, ജോലി ചെയ്യാവുന്ന 6 ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളുക. ശാബത്ത് ദിവസം പാടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, കപടനാട്യക്കാരെ, നിങ്ങൾ ഓരോരുത്തരും ശാബത്തിൽ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അവളായ അബ്രാഹത്തിൻ്റെ മകളെ ശാബത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നോ? ഇത് കേട്ട് അവൻ്റെ പ്രതിയോഗികളെല്ലാം ലജ്ജിതരായി. എന്നാൽ ജനക്കൂട്ടം മുഴുവൻ അവൻ ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. നിയമജ്ഞരുടെ കാപട്യത്തെ പൊളിച്ചെഴുതുന്ന ഈ സംഭവം ലൂക്ക മാത്രമേ വിവരിക്കുന്നുള്ളൂ. യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴി ഒരു ശാബത്ത് ദിനം സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് 18 വർഷമായി കൂനിയായ സ്ത്രീയെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം നടക്കുന്നത്. ശാബത്തിൽ നടന്ന യേശുവിൻ്റെ രക്ഷാകര പദ്ധതി ശാബത്ത് നിയമങ്ങളുടെ ലംഘനമാകുന്നത് എങ്ങനെ? ഹീബ്രു പദമായ ശാബത്ത് എന്നതിന് വിശ്രമിക്കുക, വിരാമമിടുക എന്നാണ് അർത്ഥം. ഗ്രീക്ക് ഭാഷയിൽ സബാത്തിയോൻ എന്ന് ഉപയോഗിച്ചിരിക്കുന്നു. എല്ലാ ജോലികളിൽ നിന്നും അകന്ന് ദൈവ ശുശ്രൂഷയ്ക്കായി നീക്കി വച്ചിരിക്കുന്ന ദിവസമാണ് ശാബത്ത്. ദൈവ സൃഷ്ടിയും രക്ഷയും അനുസ്മരിക്കുന്ന ദിനമാണ് ശാബത്ത്. 6 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം പൂർത്തിയാക്കി 7-ാം ദിവസം വിശ്രമിച്ച ദൈവം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. ശാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്നത് 10 പ്രമാണങ്ങൾ വഴി ദൈവം നൽകിയ കൽപ്പനയാണ്. മനുഷ്യനും മൃഗങ്ങളും വേല ചെയ്യാത്ത ദിനം. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 10 മുതലുള്ള തിരുവചനങ്ങൾ. ശാബത്ത് സന്തോഷത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും ആരാധനയുടെയും ദിനമാണ്. നെഹമ്യായുടെ പുസ്തകം 13-ാം അധ്യായം 19-ാം തിരുവചനം. വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെയാണ് ശാബത്തിൻ്റെ സമയദൈർഘ്യം. ദൈവം നേരിട്ട് അരുളി ചെയ്ത നിയമം, സ്വന്തം കൈവിരലുകൾ കൊണ്ട് എഴുതി നൽകിയ നിയമം, ഇസ്രായേൽക്കാർ വാഗ്ദാന പേടകത്തിൽ ആദരവോടെ സൂക്ഷിച്ചിരുന്ന നിയമം എന്നീ പ്രത്യേകതകൾ 10 പ്രമാണങ്ങൾക്കൊപ്പം ശാബത്തിനുമുണ്ട്. നിയമാവർത്തനം 5-ാം അധ്യായം 15-ാം തിരുവചനം. ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നു
ഇസ്രായേൽക്കാരെ ദൈവമായ കർത്താവ് തൻ്റെ ശക്തമായ കരം നീട്ടി രക്ഷിച്ചതിൻ്റെ സ്മരണ കൂടിയാണ് ശാബത്. ശാബത് ദൈവത്തിനും അവിടുത്തെ ജനത്തിനുമിടയിൽ എക്കാലവും നിലനിൽക്കേണ്ട ഒരടയാളവും ഓർമ്മയുമാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 31 അധ്യായം 13 തിരുവചനം, അതുപോലെ എസെക്കിയേലിൻ്റെ പുസ്തകം 20 അധ്യായം 12 തിരുവചനവും ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇസ്രായേലിന് മറ്റുള്ളവരോടുണ്ടായിരിക്കേണ്ട പരിഗണന പ്രതിഫലിപ്പിക്കുന്ന ദിനമാണ് ശാബത്. ശാബത് ദിവസം നിന്നെപ്പോലെ നിന്റെ ദാസനും ദാസിയും വിശ്രമിക്കണം. ശാബത്തിൻ്റെ ഈ മാനുഷിക ഭാവത്തിന് ഊന്നൽ നൽകുകയാണ് യേശു. ഒരുവന് ദൈവത്തോടുള്ള വിധേയത്വത്തിൻ്റെ ഉരകല്ലായിരുന്നു ശാബത്. ശാബത് ലംഘനത്തിന് വധശിക്ഷ നിലവിലുണ്ടായിരുന്നു. ദൈവാലയ ബലിയർപ്പണത്തിൻ്റെയും വിശുദ്ധ സമ്മേളനങ്ങളുടെയും ദിനമായിരുന്നു ശാബത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58 അധ്യായം 13 14 തിരുവചനങ്ങൾ ശാബത്തിനെ സന്തോഷദായകവും ബഹുമാന്യവുമായി കണക്കാക്കണം. 92 സങ്കീർത്തനം ശാബത് ആചരിക്കുന്ന ഒരു ഭക്തൻ്റെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടുത്തുന്ന ശാബത് ദിവസത്തേക്കുള്ള ഒരു ഗീതമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 44, 45, 46 അധ്യായങ്ങൾ പുനരുദ്ധരിക്കപ്പെട്ട ജെറുസലേം ദേവാലയത്തിലെ ശാബതാചരണ നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണ് ഇവിടെ നൽകപ്പെടുന്നത്. വിലക്കുകളുടെ ദിനമാണ് ശാബത്. ഭക്ഷണം പാകം ചെയ്യുന്നതിനും തീ കത്തിക്കുന്നതിനും ഉഴുകയോ കൊയ്യുകയോ ചെയ്യുന്നതിനും വിറക് ശേഖരിക്കുന്നതിനും ചുമട് ചുമക്കുകയോ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നതിനും യാത്ര ചെയ്യുന്നതിനും വിലക്കുകൾ ഉണ്ടായിരുന്നു. മാനുഷിക പരിഗണന പാടെ നിരാകരിച്ചുകൊണ്ടുള്ള ശാബതാചരണത്തെ യേശു നിശിതമായി വിമർശിക്കുന്നു. എന്നിരുന്നാലും യേശു എല്ലാ ശാബത്തിലും യഹൂദരുടെ സിനഗോഗിൽ പോവുകയും തിരുലിഖിതങ്ങൾ വായിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. ശാബത് മനുഷ്യനു വേണ്ടിയാണ്, മനുഷ്യൻ ശാബത്തിനു വേണ്ടിയല്ല എന്ന യേശുവിൻ്റെ പ്രസ്താവന ശ്രദ്ധേയമാണ്. ശാബത്തിൽ രോഗശാന്തി നൽകുന്ന യേശു ശാബത്ത് രക്ഷയുടെ അടയാളമാണ്, നന്മ ചെയ്യുന്നതിനുള്ള അവസരമാണ് എന്ന് പഠിപ്പിക്കുന്നു. പഴയ നിയമത്തിൽ ശാബതാചരണം ഈജിപ്തിൻ്റെ അടിമത്വത്തിൽ നിന്നും ഇസ്രായേലിനെ ദൈവം വിമോചിപ്പിച്ചതിൻ്റെ അനുസ്മരണയാണ്. പുതിയ നിയമത്തിൽ ശാബത്ത് ദിനം സൗഖ്യദായക ശുശ്രൂഷ, പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്നും പുതിയ ഇസ്രായേലിൻ്റെ വിമോചനമാണ്. യേശു ശാബത്തിൻ്റെയും കർത്താവാണ്. ദൈവിക രക്ഷ പൂർണ്ണതയിൽ ദർശിക്കുന്നത് യേശുവിലാണ്. ആദിമ ക്രൈസ്തവർ യഹൂദരെ പോലെ ശാബത്ത് ആചരിച്ചിരുന്നു എങ്കിലും വിജാതീയരുടെ മാനസാന്തരത്തോടു കൂടി ശാബത്ത് ആചരണം ക്രൈസ്തവ ഞായറാഴ്ച ആചരണമായി മാറി. ശാബത്തിൻ്റെ പാരമ്പര്യം അടിച്ചേൽപ്പിച്ച വിലക്കുകളിൽ നിന്ന് നന്മയും കരുണയും ചാലിച്ച് യേശു രോഗസൗഖ്യവും പാപബന്ധനങ്ങളിൽ നിന്നുള്ള വിമോചനവും നൽകി ശാബത്തിനെ കൂടുതൽ രക്ഷാകരമാക്കി, കരുണയുടെ വസന്തമാക്കി. ശാബത്തിൽ സിനഗോഗിൽ പഠിപ്പിക്കുന്ന യേശു. സ്യൂനാഗോ എന്ന ഗ്രീക്ക് ക്രിയാപദത്തിനർത്ഥം ഒന്നിച്ചു കൂടുക, ഒരുമിച്ച് കൂട്ടുക എന്നൊക്കെയാണ്. ഇതിൽ നിന്ന് സ്യൂനഗോഗെ എന്ന ഗ്രീക്ക് പദവും സിനഗോഗ് എന്ന വകഭേദവും ഉണ്ടായി. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമായി യഹൂദർ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് സിനഗോഗ്. ആദ്യകാല സിനഗോഗുകൾ ഗാർഹിക സമ്മേളനങ്ങളായിരുന്നു. ബാബിലോൺ പ്രവാസകാലവും ജെറുസലേം ദേവാലയം നശിപ്പിക്കപ്പെട്ടതും
സിനഗോഗുകളുടെ നിർമ്മിതിക്ക് കാരണമായി. ആരോൻ ഹക്കോദഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന തോറ അടങ്ങുന്ന പേടകം, മറ്റ് തിരുലിഖിതങ്ങൾ സൂക്ഷിച്ചിരുന്ന ഗനീസ, ബേമ എന്ന് വിളിച്ചിരുന്ന നിയമഗ്രന്ഥ വായനയ്ക്കും വ്യാഖ്യാനത്തിനുമുള്ള പീഠം, ദീർഘചതുരാകൃതിയിലുള്ള ജനങ്ങളിരിക്കുന്ന ഹാൾ, പരോഹത്ത് എന്ന് വിളിച്ചിരുന്ന തോറ അടങ്ങുന്ന പേടകത്തിനു ചുറ്റുമുള്ള അലങ്കാരങ്ങൾ, 7 ദളങ്ങളുള്ള മെനോറ എന്ന വിളക്ക്, മുത്തുകളും രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ചിരുന്ന തോറ അടങ്ങുന്ന പേടകത്തിൻ്റെ കിരീടം എന്നിവ സിനഗോഗിൻ്റെ പ്രത്യേകതകളാണ്. സിനഗോഗിലെ ശുശ്രൂഷയിൽ യേശു പതിവായി പങ്കെടുത്തിരുന്നു. സിനഗോഗിലെ വചനവ്യാഖ്യാന സമയത്താണ് യേശു പ്രബോധനങ്ങൾ നൽകിയിരുന്നത്. സിനഗോഗ് ശുശ്രൂഷകളും സിനഗോഗ് അധികാര സ്ഥാനപ്പേരുകളും ആദിമസഭയെയും ആരാധനക്രമത്തെയും സ്വാധീനിച്ചിട്ടുണ്ട്. ബലിയർപ്പണത്തിൽ നിന്ന് ഒരുവനെ അയോഗ്യനാക്കിയിരുന്ന അംഗവൈകല്യങ്ങളിൽ ഒന്നാണ് കൂന്. ബലിയർപ്പിക്കുന്ന പുരോഹിതൻ എല്ലാവിധത്തിലുമുള്ള കുറവുകളിൽ നിന്ന് വിമുക്തനായിരിക്കണമെന്നത് ബലിയുടെ നിയമമായിരുന്നു. എങ്കിലും കർത്താവിൻ്റെ വിശുദ്ധ അപ്പം വൈകല്യമുള്ളവർക്കും ഭക്ഷിക്കാമായിരുന്നു. ലേവ്യാപുസ്തകം 21-ാം അധ്യായം 20-ാം തിരുവചനം. 18 വർഷമായി നിവർന്നു നിൽക്കാൻ കഴിയാത്ത വിധം കൂന് ബാധിച്ച സ്ത്രീയോട് കരുണ തോന്നിയ യേശു അവളെ സുഖപ്പെടുത്തി. ദൈവവചന വ്യാഖ്യാനത്തിൻ്റെയും പഠിപ്പിക്കലിൻ്റെയും വേദി യേശു സാമീപ്യത്തിൻ്റെയും രോഗസൗഖ്യത്തിൻ്റെയും ഇടമാണ്. യേശുവിനെ കാണാനും കേൾക്കാനും യേശു സാമീപ്യം അനുഭവിക്കാനും ആഗ്രഹിക്കുന്ന രോഗിയെ സൗഖ്യദായകനായ യേശു അടുത്തേക്ക് വിളിക്കും. യേശു കൂനിയായ സ്ത്രീയെ കണ്ടപ്പോൾ അവളെ അടുത്തേക്ക് വിളിച്ചു. ദൈവവചന കേൾവിയും പഠനവും ധ്യാനവും തെളിമയാർന്ന കണ്ണുകൊണ്ട് ദൈവത്തെ കാണുന്നതിനും ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നതിനും നമ്മെ സഹായിക്കും. 18 വർഷമായി കൂന് ബാധിച്ച രോഗിണിയായ ഈ സ്ത്രീ ദൈവവചന പഠനത്തിലും പ്രാർത്ഥനയിലും നിരന്തരം വ്യാപരിച്ചിരുന്നു. നിവർന്നു നിൽക്കാനോ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനോ ആവാത്ത കൂനിൻ്റെ ദുരവസ്ഥ, 18 വർഷമായി തുടരുന്ന രോഗാവസ്ഥ, വൈകല്യമുള്ളവരെ ബലിയർപ്പണത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന നിയമവ്യവസ്ഥിതി, വൈകല്യമുള്ളവരെ ചെറുതായി കാണുന്ന സാമൂഹ്യ വ്യവസ്ഥ, ഇവയൊന്നും തന്നെ കൂനിയായ സ്ത്രീക്ക് യേശുവിനെ കണ്ടുമുട്ടുന്നതിൽ തടസ്സമാകുന്നില്ല. രോഗത്തിൻ്റെ സഹനങ്ങളും ദുരിതങ്ങളും പേറുമ്പോഴും യേശുവിൽ പ്രത്യാശ വയ്ക്കുക, പ്രാർത്ഥനാനിരതരാവുക, ദൈവവചനത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുക. സൗഖ്യദായകനായ യേശു സമീപത്ത് ഉണ്ട്. അവിടുന്ന് നമ്മുടെ സഹനങ്ങളെ കാണുന്ന ഒരു ദിനമുണ്ടാകും. പേര് ചൊല്ലി വിളിക്കുകയും കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും. രോഗത്തിൻ്റെ പഴക്കമോ തീവ്രതയോ ഒന്നും സൗഖ്യദായകനായ യേശു എന്ന വൈദ്യൻ്റെ മുമ്പിൽ തടസ്സമല്ല. നിവർന്നു നിൽക്കാനാവാത്ത അവസ്ഥ, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാനാവാത്ത അവസ്ഥ, നിന്ദനത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ലജ്ജയുടെയും കുറ്റബോധത്തിൻ്റെയും ജീവിത ഭാരത്തിൻ്റെയും ദാരിദ്ര്യ ദുഃഖങ്ങളുടെയും രോഗാവസ്ഥയുടെയും പ്രത്യാശയില്ലായ്മയുടെയും സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥിതിയുടെയും അജ്ഞതയുടെയും പാപം പേറുന്ന ദുരവസ്ഥയാണ്. ജീവിത ദുഃഖങ്ങളും ഭാരങ്ങളും എന്തുതന്നെ ആയാലും ആശ്വാസദായകനായ യേശു നമ്മെ കാത്തിരിപ്പുണ്ട്. യേശുവിനെ കാണുന്ന കണ്ണ്, യേശുവിനെ കേൾക്കുന്ന ചെവികൾ, യേശു സാമീപ്യം അനുഭവിക്കുന്ന വ്യക്തികൾ,
യേശു സ്പർശനം ഏറ്റുവാങ്ങുന്നവർ ജീവിത പ്രത്യാശ കൊണ്ട് നിറയും, നിവർന്നു നിൽക്കും നിശ്ചയം. ആരാരും ശ്രദ്ധിക്കപ്പെടാത്തവരെയും ആരാരുമില്ലാത്തവരെയും അരുകിൽ വിളിച്ച് ആശ്വസിപ്പിക്കുന്നവനാണ് ആശ്വാസദായകനായ യേശു. ജനനിബിഡമായ സിനഗോഗിൽ തന്നെ കാണാൻ ആഗ്രഹിച്ച് ദൈവവചനത്തിന് കാതോർത്തിരുന്ന കൂനിയായ സ്ത്രീയെ യേശു കണ്ടു. അബ്രാഹത്തിന്റെ മകളെ, സ്ത്രീയെ എന്ന് വാത്സല്യപൂർവം അടുത്തു വിളിച്ചു. രോഗത്തിൽ നിന്ന് മോചനം നൽകി കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ദൈവവചനം കേട്ട് അനുതപിക്കുന്ന ഹൃദയങ്ങളെ സ്പർശിക്കാനും പാപമോചനം നൽകി അനുഗ്രഹിക്കാനും എളുപ്പമാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹം സ്പർശിക്കുന്നത് ദൈവവചനം കേട്ട് അനുതപിക്കുന്ന മനുഷ്യഹൃദയങ്ങളെയാണ്. പാപാവസ്ഥ ബന്ധനത്തിൻ്റെയും അടിമത്വത്തിൻ്റെയും അവസ്ഥയാണ്. ദൈവികമായ പാപമോചനം വിമോചനത്തിൻ്റെയും ആത്മീയ ശാരീരിക രോഗവിമുക്തിയുടെയും സൗഖ്യമാണ്. സൃഷ്ടാവിൻ്റെ കരം സൃഷ്ടിയുടെ മേൽ വയ്ക്കുമ്പോഴെല്ലാം വിമോചനവും രോഗസൗഖ്യവും പ്രത്യാശയും ജീവിത നവീകരണവും പുതു സൃഷ്ടിയാകുന്ന ഉയിർത്തെഴുന്നേൽപ്പും സംഭവിക്കുന്നു. യേശു കൂനിയായ സ്ത്രീയെ കണ്ടത് തൻ്റെ കരുണാർദ്രമായ കണ്ണുകൾ കൊണ്ടാണ്. സ്ത്രീയെ എന്ന് അടുത്തു വിളിച്ച ആ ക്ഷണം രക്ഷയിലേക്കുള്ള കൈപിടിച്ചുയർത്തലാണ്. ദൈവത്തെ കാണാനുള്ള തീവ്രമായ ആഗ്രഹവും ദൈവത്തെ കേൾക്കുവാനുള്ള നിശബ്ദതയും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവർ ദൈവവിളി കേൾക്കും. ദൈവിക സ്പർശനവും സാമീപ്യവും ഏറ്റുവാങ്ങും. പ്രത്യാശയുള്ളവരായി ദൈവിക ദൗത്യത്തിൽ ആനന്ദിക്കും. ദൈവിക സൗഖ്യവും വിമോചനവും നിവർന്നു നിന്ന് ദൈവത്തെ അനവരതം സ്തുതിക്കുവാനുള്ള ഉയിർത്തെഴുന്നേൽപ്പാണ്. യേശുവിൻ്റെ വിളി കേട്ട് യേശുവിനെ സമീപിച്ച കൂനിയായ സ്ത്രീയെ യേശു കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ദൈവവചന പഠനത്തിലൂടെ കൂനിയായ സ്ത്രീ സമ്പാദിച്ച അനുതാപവും നിർമ്മല ഹൃദയവും പാപമോചനവും രോഗസൗഖ്യവും ദൈവിക സ്പർശനവും ജീവിത പ്രത്യാശയും നിവർന്നു നിൽക്കാനുള്ള സൗഭാഗ്യവും ദൈവത്തെ കാണാനും കേൾക്കുവാനുമുള്ള ജീവിതാവസ്ഥയും അവൾക്ക് സമ്മാനിച്ചു. ദൈവസ്പർശനം ഏറ്റുവാങ്ങിയവൾ, ദൈവവിളി കേട്ടവൾ ആരെയും അതിശയിപ്പിക്കുമാറ് നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തിൻ്റെ സർവപ്രതാപങ്ങൾക്കും രക്ഷാകര പ്രവൃത്തികൾക്കും മുൻപിൽ സമസ്ത സൃഷ്ടികളും അർപ്പിക്കുന്ന ആരാധനാഭാവമാണ് ദൈവസ്തുതി. ദൈവസ്തുതി യഥാർത്ഥ ദൈവഭക്തിയുടെ മകുടഭാവമാണ്. കൗമാ പ്രാർത്ഥന നിവർന്നു നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. പുരോഹിതൻ ദൈവസ്തുതിയോടെ അത് ആരംഭിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ദൈവജനവും മനുഷ്യവംശം മുഴുവനും സർവസൃഷ്ടപ്രപഞ്ചത്തോടും കൂടി ദൈവത്തെ സ്തുതിക്കുന്നതാണ് ദൈവാരാധന. വിജാതീയ ജനതയുടെ അടിസ്ഥാനപരമായ പാപം അവർ ദൈവത്തെ അറിഞ്ഞിരുന്നു എങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തുകയോ നന്ദി പ്രകാശിപ്പിക്കുകയോ ദൈവത്തെ സ്തുതിക്കുകയോ ചെയ്തിരുന്നില്ല എന്നതാണ്. പർവ്വതങ്ങളും ആകാശവും വാനവിധാനവും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല സൃഷ്ടികളും ദൈവത്തിന് സ്തുതി പാടുമ്പോൾ ദൈവത്തെ അറിയുന്ന മനുഷ്യന് ദൈവത്തെ സ്തുതിക്കാതിരിക്കാനാവില്ല. പ്രപഞ്ചവും അതിലുള്ള സർവവും സൃഷ്ടിച്ച് ക്രമീകരിച്ച
ഏക ദൈവത്തെ അറിയാത്തവർ സൃഷ്ടികളെ ആരാധിക്കുന്ന വിഗ്രഹാരാധകരാകുന്നു. സൃഷ്ടികർമ്മത്തെയും രക്ഷാകര പ്രവൃത്തികളെയും പ്രതിയാണ് ദൈവം സ്തുതിക്കപ്പെടുന്നത്. പഴയ നിയമ ജനതയും പുതിയ നിയമ ജനതയും വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തെ സ്തുതിക്കാനാണ്. വ്യക്തികളായും ഉടമ്പടിയുടെ ജനതയായും ദൈവത്തെ സ്തുതിക്കണം. സങ്കീർത്തനം 69, 34, 35 തിരുവചനങ്ങൾ ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കാൻ ജീവനില്ലാത്ത സൃഷ്ടികൾക്ക് പോലും കഴിയും. ജീവനില്ലാത്ത സൃഷ്ടപ്രപഞ്ചം പോലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവമഹത്വം നിറഞ്ഞു നിൽക്കുന്ന പ്രപഞ്ചത്തിൽ ജീവിച്ച് ദൈവത്തെ അറിയാതെയും സ്തുതിക്കാതെയും മരിക്കുന്ന മനുഷ്യൻ മരണശേഷവും ദൈവത്തെ സ്തുതിക്കുന്നില്ല. സങ്കീർത്തനം 6-ാം സങ്കീർത്തനം 5-ാം തിരുവചനം, മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല, പാതാളത്തിൽ ആർ അങ്ങയെ സ്തുതിക്കും. പാതാളം ദൈവമില്ലാത്തവരുടെ വാസസ്ഥലമാണ്. എന്നാൽ ദൈവത്തിന് പാതാളത്തിനു മേലും അധികാരമുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കാത്തവർ മരണശേഷവും ദൈവത്തെ സ്തുതിക്കുന്നില്ല. യേശുവിലൂടെ ദൈവം മനുഷ്യർക്ക് രക്ഷ സമ്മാനിച്ചതിനാൽ യേശുവിൻ്റെ ജനന സമയത്ത് ദൈവസ്തുതികൾ ഉയർന്നു. യേശു രോഗികളെ സുഖപ്പെടുത്തിയപ്പോഴും ജെറുസലേം പ്രവേശന വേളയിലും കുരിശുമരണ നേരത്തും ഉത്ഥാന ശേഷവും ദൈവസ്തുതികൾ ഉയർന്നു. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 47-ാം തിരുവചനം. ആദിമ സഭയുടെ സവിശേഷതയായിരുന്നു ദൈവസ്തുതി. അപ്പോസ്തല പ്രവർത്തനം 4-ാം അധ്യായം 21-ാം തിരുവചനം. സഭാ നേതാക്കളുടെ പ്രവർത്തികൾ മറ്റുള്ളവർ ദൈവത്തെ സ്തുതിക്കുന്നതിന് ഇടയാക്കി. റോമാക്കാർക്കുള്ള ലേഖനം 14-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളിലും ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളിലും ക്രിസ്തുവിലൂടെ ലഭിച്ച രക്ഷ ദൈവത്തിൻ്റെ മുൻപിൽ എല്ലാ സൃഷ്ടികളും മുട്ടുമടക്കുന്നതിന് ഇടയാക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവജനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ദൈവസ്തുതിക്കും അതിനനുസൃതമായ ജീവിതം നയിക്കുന്നതിനും വേണ്ടിയാണ്. ദേവാലയം ദൈവ ആരാധനയുടെയും ദൈവസ്തുതിയുടെയും ഇരിപ്പിടമാണ്. ദൈവാരാധനയിലും സൃഷ്ടപ്രപഞ്ചത്തിലും ദൈവമഹത്വം ദർശിച്ച് ദൈവത്തെ ആരാധിച്ച് സ്തുതിക്കുന്നവരാണ് ദൈവജനം. നിവർന്നു നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള സൗഭാഗ്യം യേശു കൂനിയായ സ്ത്രീക്ക് നൽകി. യേശുവിൻ്റെ കാരുണ്യ പ്രവൃത്തിയെയും കൂനിയായ സ്ത്രീയുടെ രോഗശാന്തിയെയും ശാപത്തിൻ്റെ ലംഘനമായാണ് സിനഗോഗ് അധികാരി തിരിച്ചറിഞ്ഞത്. സിനഗോഗിൻ്റെ ചുമതലയുള്ള പ്രധാന അധികാരിയാണ് സിനഗോഗ് അധികാരി. റോഷ് ഹഷ്കാനേത്ത്, ആർക്കി സിനഗോഗ്സ് എന്നീ പേരുകളിലും ഇവർ അറിയപ്പെടുന്നുണ്ട്. സിനഗോഗ് ശുശ്രൂഷകളുടെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കുക ഇവരുടെ ഉത്തരവാദിത്വമായിരുന്നു. ജായിറോസ്, ക്രിസ്പൂസ്, സൊസ്തേനസ് എന്നിവരൊക്കെ സിനഗോഗ് അധികാരികളായിരുന്നു. സിനഗോഗ് അധികാരി ജനങ്ങളോട് കോപിച്ചു. ജോലി ചെയ്യുന്ന 6 ദിവസമുണ്ട്, ആ ദിവസങ്ങളിൽ വന്ന് രോഗശാന്തി നേടിക്കൊള്ളൂ, ശാബത്ത് ദിവസം പാടില്ല. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 14-ാം തിരുവചനം. രോഗശാന്തി സിനഗോഗ് അധികാരിയും യേശുവും തമ്മിലുള്ള തർക്കത്തിന് കാരണമായി. സിനഗോഗ് അധികാരി ഉൾപ്പെടെ മതാധികാരികൾ ശാബത്തിൽ കന്നുകാലികളെ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കൊടുക്കുന്നത് ചൂണ്ടിക്കാട്ടി യേശു സിനഗോഗ് അധികാരിക്ക് മറുപടി നൽകി. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 15-ാം തിരുവചനം. കപടനാട്യക്കാരെ,
നിങ്ങൾ ഓരോരുത്തരും ശാബത്തിൽ തങ്ങളുടെ കാളയെയോ കഴുതയെയോ തൊഴുത്തിൽ നിന്ന് അഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ? നിയമാവർത്തനം 22-ാം അധ്യായം 4-ാം തിരുവചനം. നിന്റെ സഹോദരൻ്റെ കഴുതയോ കാളയോ വഴിയിൽ വീണുകിടക്കുന്നത് കണ്ടാൽ നീ മാറിപ്പോകരുത്, അതിനെ എഴുന്നേൽപ്പിക്കാൻ അവനെ സഹായിക്കണം. ശാബത്തിലും മൃഗങ്ങളെ സംരക്ഷിക്കുന്നത് അനുവദനീയമായിരുന്നു. ആയതിനാൽ യേശു ചോദിക്കുന്നു, ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 16-ാം തിരുവചനം, 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്ന അബ്രാഹത്തിൻ്റെ മകളെ ശാബത്ത് ദിവസം ഈ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതില്ലെന്നോ? കന്നുകാലികളെ അഴിച്ച് വെള്ളം കൊടുക്കുന്നത് ശാബത്ത് ലംഘനമല്ലെന്നും മനുഷ്യന് അഥവാ അബ്രാഹത്തിൻ്റെ മകൾക്ക് രോഗശാന്തി നൽകിയത് ജോലിയാണ്, ശാബത്ത് ലംഘനമാണെന്നുള്ള ധാരണയെ യേശു തിരുത്തുന്നു. യേശു അഭിഷിക്തനായിരിക്കുന്നത് അബ്രാഹത്തിൻ്റെ മകളെ രക്ഷിക്കാനാണ്. അബ്രാഹത്തിൻ്റെ മകളെ സ്വതന്ത്രയാക്കാനുള്ള ശുശ്രൂഷയാണ് സിനഗോഗ അധികാരിയുടേതും എന്ന് യേശു ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. അബ്രാഹത്തിൻ്റെ മകൻ, അബ്രാഹത്തിൻ്റെ മകൾ എന്ന വിശേഷണം യേശുവിൽ പൂർത്തിയാകുന്ന രക്ഷ സകല ജനതയ്ക്കുമുള്ളതാണെന്ന ധ്വനി നൽകുന്നു. യേശുവിൽ പൂർണ്ണമായ രക്ഷ അവകാശമായിരിക്കുന്നത് പോലെ നിർഭയം നിവർന്നു നിന്നുള്ള ദൈവസ്തുതിയും ആരാധനയും അബ്രാഹത്തിൻ്റെ മകളുടെയും അബ്രാഹത്തിൻ്റെ മകൻ്റെയും കടമയും ഉത്തരവാദിത്വവുമാണ്. നിർഭയം നിവർന്നു നിന്നുള്ള ദൈവസ്തുതി ധീര രക്തസാക്ഷിത്വത്തിനുള്ള യേശു ശിഷ്യത്വത്തിൻ്റെ വില നൽകാനുള്ള ആഹ്വാനമാണ്. മൃഗങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യജീവിതം. ശാബത്ത് നിയമത്തിൻ്റെ കാർക്കശ്യത്തേക്കാൾ ദൈവിക കരുണയുടെ രക്ഷാകര നിയമമാണ് വലുത്. യേശു ശാബത്തിൻ്റെയും കർത്താവാണ്. യേശുവിൽ പുതുതാക്കപ്പെട്ട കർത്താവിൻ്റെ ദിവസം കരുണയുടെയും ദൈവസ്തുതിയുടെയും ദൈവ ആരാധനയുടെയും ദിനമാണ്. അബ്രഹാം വിശ്വാസികളുടെ പിതാവാണ്. അബ്രാഹത്തിൻ്റെ മകളും മകനും വിശ്വാസത്തിൽ ജനിക്കപ്പെട്ടവരാണ്, വിശ്വാസം സ്വീകരിച്ചവരാണ്. നിവർന്നു നിന്ന് നിർഭയം ദൈവത്തെ സ്തുതിക്കുക എല്ലാ വിശ്വാസികളുടെയും കടമയും ഉത്തരവാദിത്വവുമാണ്. പ്രതിയോഗികൾ ലജ്ജിതരാകേണ്ടതിനും ദൈവമഹത്വം പ്രകീർത്തിക്കപ്പെടേണ്ടതിനും ജനക്കൂട്ടം യേശുവിൻ്റെ മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിക്കേണ്ടതിനും വിശ്വാസികൾ വിടുതലിനും ദൈവ ആരാധനയ്ക്കുമായി ദൈവാലയത്തെ സമീപിക്കണം. ദൈവമേ, നിവർന്നു നിന്ന് നിർഭയം നിന്നെ സ്തുതിക്കുവാൻ എന്നെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നീതിമാനായ ഒരു ഭർത്താവിനും രക്ഷകൻ്റെ പാലകനുമായ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിനമാണ് ഇന്ന്. ദൈവിക രഹസ്യത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പും നിത്യകന്യകയായ വിശുദ്ധ മറിയവും ഉണ്ണിയേശുവും ഉൾച്ചേരുന്ന തിരുക്കുടുംബത്തിൻ്റെ ചിത്രം ഓരോ ക്രൈസ്തവ കുടുംബത്തിനും ഉദാത്ത മാതൃകയാണ്. മാർച്ച് 25 ശനിയാഴ്ച സുബോറോ വചനിപ്പ് പെരുന്നാൾ. വിശുദ്ധ ദൈവമാതാവിനോടുള്ള വചനിപ്പ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ അറിയിപ്പ് മംഗളവാർത്ത എന്നും അറിയപ്പെടുന്നു. ഗബ്രിയേൽ മാലാഖ മറിയത്തെ ക്രിസ്തുവിൻ്റെ ജനനം അറിയിക്കുന്ന വചനിപ്പ് പെരുന്നാൾ പാശ്ചാത്യ പൗരസ്ത്യ തിരുസഭകൾ അതീവ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്നു. വചനിപ്പ് പെരുന്നാൾ ദുഃഖവെള്ളിയാഴ്ച വന്നാൽ പോലും ആഘോഷമായ പെരുന്നാൾ കുർബാനയ്ക്ക് ശേഷമാണ് ദുഃഖവെള്ളിയുടെ ശുശ്രൂഷകൾ ആരംഭിക്കുക. വികാരി തൻ്റെ ദൈവജനത്തിനായി സമർപ്പിക്കുന്ന മാർച്ച് 25 ശനിയാഴ്ച
വചനപ്പ് പെരുന്നാളിലെ വിശുദ്ധ കുർബാന കടമുള്ള തിരുനാളാണ്. ദൈവജനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.